ദേവതാരിവിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വിഷുവിന് മുന്നോടിയായിട്ട് വരുന്ന 12 രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഒരാഴ്ച വരുന്നതെന്ന് നമുക്ക് നോക്കാം. വിഷുവിന് മുന്നോടിയായിട്ടാണ് വരുന്നത്. അത് ഈ 12 രാശിക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് പല രാശിക്കാർക്കും പല രീതിയായിരിക്കും. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ആ ഒരാഴ്ച ഈ 12 രാശിക്കാരുടെയും സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, സദയം ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം നമുക്ക് മേടം രാശിക്കാരുടെ കാര്യം നോക്കാം. മേടം രാശിക്കാർക്ക് അവർക്ക് ഒരുമാതിരി നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. മുൻപ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതാണെങ്കിൽ അവിടെ തിരിച്ചു കയറാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉയർന്ന ശമ്പളത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അകലുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് വിഷുവിന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച. അതുപോലെ ബിസിനസ്സിൽ ലാഭം ഉണ്ടായിരിക്കും. അതുപോലെ ബിസിനസ് തന്ത്രങ്ങൾ ഫലം ചെയ്യുന്നതായിരിക്കും ഈ രാശിക്കാർക്ക്. അടുത്തത് നമുക്ക് ഇടവം രാശിക്കാരുടെ കാര്യം നോക്കാം. ഇടവം രാശിക്കാർക്ക് തൊഴിലിൽ നിന്നും ഏകദേശം വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നിലവിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കൂടാതെ എന്തെങ്കിലും പാർട്ട് ടൈമായിട്ടൊക്കെ ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ ഇവർക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അത് ഒഴിവാക്കി അത് ഒരുമാതിരി പരിഹരിക്കാനായിട്ടൊക്കെ ഇവർക്ക് സാധിക്കും. കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. സമാധാനപരമായിട്ട് ജീവിതം നയിക്കാനായിട്ട് ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. പുതിയ ജോലി നോക്കുന്നവർക്ക് ശമ്പള വർധനവ് ലഭിക്കാൻ യോഗം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബക്കാർക്ക് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകാനുമൊക്കെ ഈ സമയത്ത് യോഗമുണ്ടായിരിക്കും. അടുത്തത് മീനൻ രാശിക്കാരാണ്. മീനൻ രാശിക്കാർക്ക് കടബാധ്യതകൾ കുറയ്ക്കാനായിട്ട് ഏകദേശം സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കയ്യിൽ ആവശ്യങ്ങൾക്കായിട്ട് പണം ഏകദേശം സൂക്ഷിച്ചു വയ്ക്കാനായിട്ടൊക്കെ ഈ ആഴ്ച സാധിക്കും. അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണിത്. പുതിയ സാമ്പത്തിക പദ്ധതികളൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ പുതിയ ഒരു മാർഗങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുവാനായിട്ടൊക്കെ ആ ഒരു വഴി ഒരുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രാശിക്കാർക്ക്. അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് പണം വിനിയോഗിക്കേണ്ടി വരും. വിവാഹ ആലോചനകളൊക്കെ വരുന്ന സമയമായിരിക്കും. ചിലവ് വരവിനനുസരിച്ച് നിയന്ത്രിക്കാനായിട്ട് ഈ രാശിക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷുവിനോടനുബന്ധിച്ച് വരുന്ന സമയം. അതുപോലെ തന്നെ കർക്കിടകൻ രാശിക്കാർക്ക് ബിസിനസ്സിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ ഇവർക്ക് ഒരു നഷ്ടങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാലും അവ കൈകാര്യം ചെയ്യാനായിട്ട് ആ രാശിക്കാർക്ക് അതെങ്ങനെയും മുന്നോട്ട് അത് കൈകാര്യം ചെയ്തു പോകാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ അത് അകലാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പണം ഇല്ലാത്ത ദിവസങ്ങളിൽ അവരുടെ കയ്യിൽ മിക്കവാറും ആ ആഴ്ചകളിലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് പണം സമ്പാദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പരിധി വരെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പം സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം. പണം കയ്യിൽ ലഭിച്ചാൽ വീട്ടാവശ്യങ്ങൾക്കായിട്ട് അമിതമായിട്ട് ഒക്കെ ചിലപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും പണം ചിലപ്പോൾ ചിലവാക്കാനായിട്ട് ചാൻസ് വരുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നല്ലൊരു തുക കയ്യിൽ നിന്ന് ചിലവാകുന്നതാണ്. അതുപോലെ കന്നി രാശിക്കാർക്ക് ഏകദേശം ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഈ ഒരാഴ്ച അവരെ തേടി വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ശരിയായ വിധത്തിൽ വിനിയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ജോലി വേണ്ട എന്ന് വെക്കുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പുതിയ ജോലിക്കൊക്കെ ലഭിക്കാനായിട്ട് ചിലപ്പോൾ കാലതാമസമൊക്കെ എടുക്കാം. സാമ്പത്തിക സ്ഥിതിയൊക്കെ ചിലപ്പോൾ വഷളാകാനും ഒക്കെ ഒരു സാധ്യതയുള്ള സമയമാണ്. ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് മാനസിക വിഷമമൊക്കെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുവാനും സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് ഈ രാശിക്കാർ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരാഴ്ച കൂടിയാണ്. അടുത്തത് തുലാം രാശിയാണ്. പണം ശരിയായ വിധത്തിൽ വിനിയോഗിക്കാനായിട്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആഡംബര വസ്തുക്കൾക്കായിട്ട് പണം ചിലവഴിക്കുന്നത് ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതെളിക്കാം. പലപ്പോഴും അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ചില സമയത്ത് പണം കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ കൂടി ഇവരെ തേടിയെത്തും. അതുകൊണ്ട് പണം കടം വാങ്ങാനും യോഗം ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് ഇനി അടുത്ത് നമുക്ക് വൃശ്ചിക രാശിക്കാരുടെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരാഴ്ച വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ ചേർന്നാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ അതിൽ ചിലപ്പോഴാണെങ്കിൽ ഒരു പരിധി വരെ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിയിൽ ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ്. കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കി കിട്ടുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന സമ്മാനങ്ങൾ ചിലരിൽ നിന്നൊക്കെ ലഭിക്കുവാനൊക്കെ ഇടയുള്ളൊരു സമയം കൂടിയാണ് ഈ രാശിക്കാർക്ക്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്കും ഏകദേശം സമ്മിശ്ര ഫലമായിരിക്കും ഈ ഒരാഴ്ച ലഭിക്കുന്നത്. പല കാര്യങ്ങളും പ്രതീക്ഷിച്ച രീതിയിലൊക്കെ ചിലപ്പം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പണം ചിലവഴിക്കുന്നത് പല വഴിക്ക് പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. പണം വരുവാനും സാധ്യതയുണ്ട്. എന്നാലും അതനുസരിച്ച് ചിലവ് കൂടുന്ന സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അത് അനാവശ്യമായ ചിലവുകളൊക്കെ അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നേട്ടങ്ങൾ അനവധി ഈ രാശിക്കാരെ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഏകദേശമൊക്കെ അകലും. കടങ്ങൾ ഒരു പരിധി വരെ തിരിച്ചടയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലിയിൽ സംതൃപ്തി കണ്ടെത്താനായിട്ട് മനസ്സിനൊരു സന്തോഷം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് അത്യാവശ്യ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ കുറയാനായിട്ട് ഈ ഒരാഴ്ച അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ രാശിക്കാർ പണം കടം വാങ്ങിയവർ ചിലപ്പോൾ ആണെങ്കിൽ തിരിച്ച് നൽകുന്ന സമയമായിരിക്കും ഇത്. സാമ്പത്തിക പ്രയാസങ്ങൾ അകറ്റാനും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലൊക്കെ വളർച്ച ഉണ്ടായിരിക്കാനുമുള്ള ഒരു സമയം കൂടിയാണ് അവർക്ക്. മാതാപിതാക്കളിൽ നിന്നൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ലഭിക്കാനായിട്ടുള്ളൊരു അവസരം കൂടി ഇവർക്ക് ഈ ഒരാഴ്ചയിൽ ലഭിക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ കുംഭൻ രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ നേരിടാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം അമിതമായിട്ട് കയ്യിൽ നിന്ന് ചിലവാക്കാനായിട്ട് ഇട വന്നേക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. എത്ര ശ്രമിച്ചാലും കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കാത്തൊരു അവസരം കൂടിയായിരിക്കും ഇവർക്ക് വന്നു ചേരുക. അതുകൊണ്ട് തന്നെ തൊഴിലെടുത്ത പ്രശ്നങ്ങൾ കൊണ്ട് ജോലി നഷ്ടമാകുന്നതിലേക്ക് വരെ ഈ ഒരു രാശിക്കാർക്ക് ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സ്ഥല കച്ചവടങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. പുതിയ ബിസിനസ്സിൽ ആരംഭിക്കാനും ഒക്കെ അത്ര നല്ല ഒരു സമയമല്ല ഈ രാശിക്കാർക്ക്. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്തത് മീനരാശിക്കാരാണ്. മീനരാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ഒരാഴ്ച ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതിലധികം നേട്ടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വിഷുവിനോട് അനുബന്ധിച്ച് മീനൻ രാശിക്കാർക്ക് ആഗ്രഹിച്ചതിനേക്കാൾ അധിക സൗഭാഗ്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഒക്കെ കാണുന്നുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നുമൊക്കെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെരുമാറ്റമായിരിക്കുകയല്ല ചിലപ്പോൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജോലിയൊക്കെ ബാധിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അവിടെ പണം കൂടുതലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഈ രാശിക്കാർ ശ്രമിക്കുക. ഇതാണ് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വിഷുവിന് മുന്നോടിയായിട്ട് ഈ വരുന്ന 12 രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരാഴ്ച എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, തിരുത്തി തരിക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.